പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലഘു സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനാധാരമായി ഒരു വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി, തരുവാൻ പോകുന്ന എല്ലാ വചനങ്ങൾക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിച്ചത്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. മനുഷ്യന് രക്ഷപ്പെടുവാൻ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ഒറ്റ നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണെന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു. മനുഷ്യൻ പാപിയാണെന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മനുഷ്യൻ പാപിയായി ജനിച്ചു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏകൻ്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. മനുഷ്യൻ്റെ പാപം മൂലം ആ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുകയാണ്. ആ മരണത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു: ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. വേദപുസ്തകം രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന രണ്ടാമത്തെ മരണമാകുന്ന നിത്യ നരകമാകുന്ന ആ നിത്യമരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന ആ രണ്ടാമത്തെ മരണമാകുന്ന നിത്യ നരകമാകുന്ന മരണം എല്ലാ മനുഷ്യർക്കും അവകാശമായി തീരും. ആ മനുഷ്യനെ ആ നിത്യ നരകത്തിൽ നിന്നും രക്ഷിപ്പാനുള്ള മാർഗമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിച്ചത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഈ ഭൂമിയിലെ മനുഷ്യർക്കുള്ളൂ. വേറെ ഒരു നാമത്താലും മനുഷ്യന് നിത്യ നരകത്തിൽ നിന്ന് രക്ഷയില്ല. അത് വളരെ വ്യക്തവും ശക്തവുമായി വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ക്രൂശിൽ മരിച്ചതും രക്തം ചൊരിഞ്ഞതും. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ മനുഷ്യന് നിത്യ നരകമാകുന്ന ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂവെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഇനി എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കാനുള്ള കാരണം? മനുഷ്യൻ പാപിയായി ജനിച്ചപ്പോൾ മനുഷ്യൻ്റെ രക്തത്തിലേക്ക്, അവൻ്റെ ജീവനിലേക്ക് മരണം പാപത്താൽ കടന്നു വന്നു. ആ മനുഷ്യനെ പാപത്തിൽ നിന്നും വിടുവിപ്പാനുള്ള ദൈവത്തിൻ്റെ നിയമമാണ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. അത് ദൈവിക നിയമമാണ്. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ, നിത്യ നരകത്തിൽ നിന്നും അവനെ രക്ഷിക്കുവാൻ ഒരു രക്തച്ചൊരിച്ചിൽ ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ നിയമം വ്യക്തമാക്കുന്നു. അങ്ങനെ വരുമ്പോൾ
ലോകത്തിലെ മനുഷ്യൻ മുഴുവനും പാപിയായി ജനിക്കുമ്പോൾ പാപിയായ മനുഷ്യൻ്റെ രക്തത്തിന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മതിയായതല്ല എന്ന കാരണത്താൽ പാപമില്ലാത്ത ഒരു രക്തം ചൊരിയണമെന്നുള്ളതായ ഒരു ആവശ്യകത കടന്നു വന്നപ്പോൾ സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി പിറന്ന് പരിശുദ്ധമായ രക്തം 33 തിരുവയസ്സിൽ യേശു കർത്താവ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ ഒഴുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് ബൈബിൾ പ്രഖ്യാപിപ്പാനുള്ള കാരണം. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരു രക്തച്ചൊരിച്ചിൽ ആവശ്യമുണ്ടെന്നുള്ള ദൈവിക നിയമത്തിന് അത് സാധ്യമാക്കുവാൻ മനുഷ്യരായിട്ടുള്ള ഒരുവനും യോഗ്യനല്ലാതിരുന്നപ്പോൾ സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി ജനിച്ച് പരിശുദ്ധ രക്തം എന്നേക്കുമുള്ള സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിൽ ആ രക്തം ചീന്തി. ആ രക്തം ചീന്തിയത് കർത്താവായ യേശു ക്രിസ്തു മാത്രമായതുകൊണ്ട് നിത്യം നരകത്തിൽ നിന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട നിത്യ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മറ്റൊരുത്തനിൽ കൂടിയും മനുഷ്യൻ്റെ രക്ഷ സാധ്യമല്ല എന്ന് തിരുവചനം അടിവരയിട്ട് പറയുന്നു. അവസാനമായി മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പരിശുദ്ധ രക്തം ചൊരിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു നിത്യമരണത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും മനുഷ്യന് വീണ്ടെടുപ്പ് ഒരുക്കിയ ആ സുവിശേഷം നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും പ്രസംഗിക്കണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന പ്രകാരമാണ് ഇന്നും ഈ തിരുവചനം ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ സദ്വർത്തമാനം, ഈ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ രക്ഷ, നിത്യനരകത്തിൽ നിന്നുള്ള രക്ഷ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ കൂടെ സാധ്യമാണെന്നുള്ള സുവിശേഷം കേട്ട് ഒരുവൻ വിശ്വസിക്കുകയും കർത്താവിൻ്റെ മരണ അടക്കത്തോടെ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടുമ്പോൾ അവൻ യേശുവിൻ്റെ അടക്കത്തോട് അവൻ ഏകീഭവിക്കുന്നു. അവൻ വെള്ളത്തിൽ നിന്നും പൊങ്ങുമ്പോൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നു. ഇങ്ങനെ വിശ്വസിച്ച് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി കർത്താവിൻ്റെ മരണത്തോട് ഏകീഭവിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ആ സ്നാനമേൽക്കുന്ന ഒരുവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു. എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാരെങ്കിലും കേട്ട് അത് വിശ്വസിച്ച് യേശു കർത്താവിനോട് ചേരുവാനുള്ള വിശ്വാസ സ്നാനം സ്വീകരിക്കുന്ന ഒരുവൻ നിത്യ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് നിത്യസ്വർഗത്തിന് അവകാശിയായി തീരുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇത് വിശ്വസിക്കാതിരുന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ആ സ്വർഗരാജ്യം മടക്കിക്കൊണ്ടുവരുവാൻ സ്വന്തം രക്തം, അവൻ ദൈവമായിരുന്നവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ ദൈവത്വം മുറുകെ പിടിക്കാതെ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 വയസ്സ് വരെ ജീവിച്ച് സ്വന്തം രക്തം, പരിശുദ്ധ രക്തം മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒഴുക്കി അത് വിശ്വസിക്കുകയും ആ സ്നാനപ്പെടുകയും ചെയ്തവൻ അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുമെന്നുള്ളതായ സദ്വർത്തമാനം. അതുപോലെ തന്നെ അത് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അവൻ നിത്യനരകത്തിൽ അകപ്പെടും. അതിന് ദൈവം കാരണക്കാരനല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സമയം ഈ വചനം കേൾക്കുന്ന
ഓരോരുത്തർക്കും ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, കർത്താവ് മറ്റൊരുത്തനിലും രക്ഷയില്ല, മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിൻ്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ എല്ലാവരും ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ, നിത്യ നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ പോവുകയാണ്. ഒരു നിമിഷം കേട്ട വചനത്തെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മറ്റൊരുത്തനും രക്ഷയില്ല, മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല എന്ന് അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ തിരുവചനത്തിനായി സ്തോത്രം. ഇത് വിശ്വസിക്കുന്നവനും സ്നാനപ്പെടുന്നവനും ആമേൻ സ്തോത്രം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുമെന്ന്, നിത്യനരകത്തിൽ രക്ഷപ്പെടുമെന്ന് കർത്താവിൻ്റെ വചനമാണല്ലോ. എന്നാൽ ഇത് വിശ്വസിക്കാതെ ആര് ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ സ്വർഗമിടയാക്കരുതേ. ഈ വചനം കേട്ട എല്ലാവരും നിത്യനരകത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിച്ച് ആ നിത്യസ്വർഗത്തിൻ്റെ അവകാശികളായി തീരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണം. ഇത്രത്തോളം കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഗതസമേന പ്രയർ ഗ്രൂപ്പിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. Thanks for watching. A like would be appreciated. And don't forget to subscribe.